ഭാഗം 2. അകം ആഴങ്ങൾ. 1. അർത്ഥങ്ങൾ. മണ്ണിൽ താഴ്ന്ന സംസ്കാരങ്ങൾക്ക് മുകളിൽ വംശീയ ഗീതങ്ങളുടെ ആഘോഷം നിരർത്ഥകമാക്കിയ കലാപങ്ങൾ പൊടിമണ്ണിന്റെ വിരുന്നിൽ നിന്ന് പഴയ കണ്ണാടി കണ്ടെടുക്കുന്നു. വർണ്ണങ്ങളെ ശൂന്യമാക്കുന്ന ഒഴുക്കിൽ പ്രാചീന വിധിബോധങ്ങളുടെ ഉപ്പ്, വെളുപ്പ്. ഞാൻ ഇവിടെ നിന്ന് ആകാം, പക്ഷേ ഇവിടം അല്ല. ഞാൻ എവിടെ നിന്നും ആകാം, പക്ഷേ ഒരു ഇടവും അല്ല. സമയം വൈകുന്നു. ചിങ്ങം താണു തുടങ്ങി. നഗ്നരായി വരൂ, നമുക്ക് സംസാരിക്കാം. സംസാരം എന്നാൽ വസ്ത്രം ഉരിയൽ ആണ്. അല്ല, കഷ്ടം, വസ്ത്രം ധരിക്കൽ ആണ്. നമുക്ക് നിശബ്ദർ ആകാം. ദൈവമേ, നിശബ്ദതയും ഒരു വസ്ത്രമാണ്. ദൈവവും ഒരു വസ്ത്രമാകുന്നു. ഇങ്ങനെയൊക്കെയാണ് ദൈവശാസ്ത്രങ്ങൾ ഉണ്ടായത്. നീതിബോധത്തെക്കുറിച്ച് നടന്ന സെമിനാറിൽ എൻ്റെ പേർ പറയപ്പെട്ടത്. പിന്നീട് എൻ്റെ പേർ ആയ അതേ പേര് ആരോ മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞത് എന്നും പറച്ചിലായത്. ഞാനായിരുന്നില്ല അയാളത്രേ. പിന്നെ ഞാൻ നീതിയെക്കുറിച്ച് ചിന്തിച്ചേയില്ല. പാരമ്പര്യമനുസരിച്ച് എപ്പോഴൊക്കെ നീതിചിന്ത കടന്നു വന്നോ അപ്പോഴൊക്കെ കൂടെ അയാളും കടന്നു വന്നു. അയാളുടേതാണ് ദൈവശാസ്ത്രം. എപ്പോഴും എന്ന പോലെ അത് ഒരിക്കലും നമ്മുടേത് ആകില്ല. ഒന്നെനിക്ക് അറിയാം. ദ്വാപരത്തിലെ അവസാന 50 വർഷങ്ങളിൽ ഒന്നിൽ കടൽപ്പുറത്തിരുന്ന് തിരക്കൂട്ടം എണ്ണുമ്പോൾ ഒരു തിര വന്ന് ദാമോദരനെ കടൽ എടുത്തിരുന്നെങ്കിൽ ഇന്നു ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. പല തലമുറകളും ഉണ്ടാകുകയില്ലായിരുന്നു. എന്തു ചെയ്യാം? അയാളെ കടൽ എടുത്തില്ല. കടൽ ആരെയും എടുക്കുകയില്ല. എടുക്കേണ്ടവനെയും എടുക്കുകയില്ല. അവനെ കടൽ എടുത്തിരുന്നുവെങ്കിലും കഷ്ടം, ഞാൻ ഉണ്ടാകാതെ ആകുമായിരുന്നില്ല. എന്തോ ആകട്ടെ, അയാളുടെ പിൻതലമുറ മതം മാറാൻ ധൈര്യം കാണിച്ചില്ല. അവരുടെ പിൻതലമുറ മതം മാറാതിരിക്കാൻ ധൈര്യം കാണിച്ചില്ല. ദൈവത്തിന്റെ ഫലിതങ്ങൾ. പരിധിയില്ലാത്ത ഫലിതത്തിന്റെ അവിപത്തി ചൂർണം കഴിച്ച് എനിക്കൊന്ന് വയറിളക്കണം. മതത്തേക്കാൾ കടുത്തതാണ് മൂലക്കുരു. രക്തസ്രാവത്തോളം വരില്ല ഒരു വിശ്വാസവും. സമയം വൈകുന്നു. കന്നിയും കടന്നെത്തി. ഈ ചുമടുതാങ്ങിയിൽ ചാരി നിന്നാൽ ഒരു കാര്യവും നടക്കുകയില്ല. പകലിനെ കൊണ്ടുപോകാൻ തൂണും ചാരി നിന്ന അവസാന വെളിച്ചവും കട അടച്ചു. കണ്ണാടിപ്പുഴയിൽ അവസാനം പൂട്ടുന്നത് ഒരു വൈദ്യശാലയാണ്. കണ്ണാടിപ്പുഴയുടെ ഭാഗ്യം. കാരണം ഒരു നാട്ടിലും വൈദ്യശാലകൾ പൂട്ടാറേയില്ല. അതിനും എന്തെങ്കിലും അർത്ഥമുണ്ടാകും. വൈകി അടയ്ക്കുന്ന ഒന്നായിരുന്നു സച്ചിദാനന്ദന്റെ വൈദ്യശാലയും. അവന്റെ മനസ്സ് എനിക്കു കാണാം. അവിടെ ആരും ഒന്നും പറയുന്നില്ല. ജനലിന് അപ്പുറം നട്ടുച്ച തിളയ്ക്കുന്നു. തപിച്ച മണലിൽ തകർന്ന ചില്ല്, ഉണക്കപ്പുല്ല്, വരണ്ട കാറ്റ്, പൊടി. അടുത്ത ഒരറയിൽ ആരോ കഫം പറയാതെ ചുമച്ചു പിടയ്ക്കുന്നു. പകുതി തുറന്ന സ്റ്റെതസ്കോപ്പിന്റെ ഇടനാഴിയിൽ വേച്ചു പോകുന്ന ഒരു ഹൃദയം പാൻസ് ഇട്ട ഒരുവനോട് സംസാരിക്കുന്നു. അത് എന്തോ ഒളിപ്പിച്ചു വെച്ചു മിടിക്കുന്നു. ഒരറ വീർത്ത് വലുതാകുന്നു. രോഗികളുടെ നില വളരെ ആശാവഹമാണ്. ഇമകൾ ഇടയ്ക്ക് അനക്കമാളുന്നു. ഇന്ന് ആരും മരിക്കുകയേയില്ല. അടുത്ത അറയിൽ
കട്ടിൽ ഒടിഞ്ഞു വീഴുന്നതിൻ്റെ ശബ്ദം മിടിക്കുന്നു. ശ്വസിക്കാൻ ആകാതെ വലഞ്ഞിരുന്ന ഒരു ഹൃദ്രോഗിയായിരുന്നു അതിൽ. ജീവനു വേണ്ടി വലിച്ചു വലിച്ച് അതുടച്ചു കാണും. കഷ്ടം. ഓ, മുറിയിലേക്ക് ഒരു വൃദ്ധമുഖം പാളുന്നു. മുകൾ നിലയിലെ ജനൽ ചില്ലിൽ നക്കി നോക്കുന്ന ജിറാഫിന്റെ നീണ്ടുവരുന്ന നാവ്. ഒരു ഏകാന്തതയിലേക്ക് മൃഗശീർഷകം. അത് എൻ്റെ രോഗിയുടെ സുഹൃത്ത് ആകാം. ഇതേ കട്ടിലിന് കാക്കുന്നവൻ ആകാം. പെട്ടെന്ന് സ്റ്റെതസ്കോപ്പിൽ കൂടെ സംഘകാല മുരശ് ഇരമ്പുന്നു. ഇന്നലെ ചവറ്റുകുട്ട വൃത്തിയാക്കുമ്പോൾ അതിലൊരു കൊച്ചിന്റെ ശവം. തൂപ്പുകാരികൾ അത് പറഞ്ഞു ചിരിച്ചു. അമ്മയെ ഒളിപ്പിച്ചു വെച്ച ആ സീതക്കുഞ്ഞ് ആരു തന്നെയാകും. ഒരു രോഗി കണ്ണു തുറക്കുന്നു. ചുറ്റും നിൽക്കുന്നവരെ ഉഴറി നോക്കുന്നു. ഒരു മുഖം അയാൾ തിരിച്ചറിഞ്ഞു കാണും. ഭാര്യ, മകൻ, പേരക്കിടാവ്. രാത്രി ഏറെ കോപാകുലയാകുന്നു. വേഗം വീടെത്തിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അവൾ കോപിക്കും. പക്ഷേ കെട്ടുപിണഞ്ഞ രക്തഞരമ്പുകൾ കൂർത്ത കമാനങ്ങൾ ചൂടിയ എടുപ്പുകളുടെ എല്ലുകളിൽ ഉടക്കി വീണിരിക്കുന്നു. മുന്നോട്ട് നടക്കുമ്പോഴും ആരോ ആരെയോ പിന്നോട്ടേക്ക് വലിക്കുന്നു. എഞ്ചിനീയർമാരുടെ കണക്കുനോട്ടത്തിൽ പഴയ തച്ചുശാസ്ത്രം തകരുന്ന പോലെ. രോഗിയുടെ പിടയുന്ന തേങ്ങലിൽ അധിനിവേശഗാഥ ഉണരുന്നു. വീടിന്റെ സംഗീതം ഒടുങ്ങുന്നു. ഇവിടെ ജീവിതം രോഗം ആയിരിക്കുന്നു. ഇവിടെ മരുന്നും രോഗം ആയിരിക്കുന്നു. അതിനും എന്തെങ്കിലും അർത്ഥമുണ്ടാകും. അർത്ഥങ്ങളാണല്ലോ അനർത്ഥങ്ങൾ.